ആ, നീ എന്താ കുളിക്കുന്നില്ലേ? പതിവില്ലാതെ നമ്മൾ ഇതൊന്നും സംസാരിച്ചില്ലല്ലേ? പതിവുകളൊക്കെ തെറ്റിപ്പോവല്ലേ നമ്മളറിയാതെ. മനസ്സിലായില്ല. എത്ര നാളിങ്ങനെ കഴിയാനാ? അബൂക്കയുടെ കടയും നിന്റെ വീടും. അതിഥിക്ക് ഔചിത്യം വേണ്ടേ? അതിഥിയാവണ്ട, വീട്ടുകാരനായിക്കോ. എന്തിനാടാ ഒളിച്ചു കളിക്കുന്നേ? ഒളിച്ചു കളിയാ? പറയാനോട് എന്തോ പറയാനാ? ഒരു വീക്കാൻ വെച്ചരും. എനിക്കിഷ്ട. പറഞ്ഞു തൊല. എന്താ പറയാനാ? ഇതൊരുമാതിരി പണ്ടാരണ്ട് പറഞ്ഞോലായല്ലോ. പണ്ടാരണ്ട് എന്താ പറഞ്ഞു? ഞാൻ കണ്ടു. നീ ആയതുകൊണ്ട് ചിന്നയുടെ ചേട്ടനായിട്ട് പെരുമാറാൻ എനിക്കപ്പോ സാധിച്ചില്ല, കാണിച്ചത് തെറ്റാണെങ്കിലും. എന്നാലും മനസ്സ് നിറഞ്ഞു. നീയാണല്ലോ. മാപ്പിളയ്ക്ക് ശ്രീധനം പൊന്നായിട്ടോ പണമായിട്ടോ? നീ എന്തോ മനസ്സിൽ വെച്ച്? അതെ, മനസ്സ് വെച്ച് തന്നെയാ പറയുന്നത്. എന്റെ പെങ്ങള് ചിന്നയെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരുന്നു. വെച്ച് കിട്ടുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഇന്നലെ രാത്രി അതൊക്കെ പോട്ടെ. എപ്പോഴാ കല്യാണം നടത്തുന്നത് പറഞ്ഞോ? നീ എന്തായി പറയുന്നത്? ചിന്നയും നീയും തമ്മിൽ അടുപ്പമാണ്, എനിക്കത് ഇഷ്ടമാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്തറിഞ്ഞൂടാന്ന്? ഇന്നലെ രാത്രി ചിന്ന നിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. അനാവശ്യം പറയരുത്. ഇത് പറയാനാണോ എന്നെ നിർബന്ധിച്ച് വീട്ടിൽ പിടിച്ചുകൊണ്ട് കിടത്തി ഉറക്കിയത്? നാറി ഞാനല്ലടാ, നീയാ. സ്വന്തം പെങ്ങള് എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നോക്കിക്കൊണ്ട് നിന്നു എന്ന് പറയുന്ന നീയാ നാറി. എന്റെ പെങ്ങള് നിന്റെ മുറി വന്നു, ഞാൻ കണ്ടു. വന്നെങ്കിൽ അത് അവളുടെ ശീലമായിരിക്കും. സ്നേഹിച്ചു പോയതുകൊണ്ട് ഞാൻ തിരിച്ചടിക്കുന്നില്ല. പക്ഷെ ഇനി ഇത് ആവർത്തിച്ചാൽ നീ ഇവനെ ചുവടെടുക്കില്ലടാ രണ്ടി. ശങ്കര, എന്റെ ചിഹ്ന നീ. ശങ്കര, കല്യാണം ഇന്നേക്ക് 4-ആം നാൾ പെരിയ സ്വാമിയുടെ മകൾ ഭാമയുടെ കല്യാണം. വരൻ കച്ചേരി മണി അയ്യർ. ഭാമാവിൻ കല്യാണം ഇന്നേക്ക് 4-ആം നാൾ പെരിയ സ്വാമിയുടെ മകൾ ഭാമയുടെ കല്യാണം. വരൻ കച്ചേരി മണി അയ്യർ. വൈകിട്ട് സമൂഹ സദ്യ പെരിയ വീട്ടില്. എല്ലാവരും വരണം, എല്ലാരും വാങ്ങോ. ഭാമാവിൻ കല്യാണം ഇന്നേക്ക് 4-ആം നാൾ പെരിയ സ്വാമിയുടെ മകൾ ഭാമയുടെ കല്യാണം. ഒഴിഞ്ഞു പോകണമെന്ന് എന്നോട് സ്വാമി പറഞ്ഞില്ല. ഒഴിയണമെന്ന് തോന്നി. 1-2 ദിവസമായി ഞാനിവിടെ ആരുമല്ല എന്ന് തോന്നി തുടങ്ങിയിട്ട്. ഭാമാവിൻ കല്യാണം ഇന്നേക്ക് 4-ആം നാൾ പെരിയ സ്വാമിയുടെ മകൾ ഭാമയുടെ കല്യാണം. ഭാമയുടെ കല്യാണം. പാവം, നൈസ് ഗേൾ. ശങ്കരനെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. സോറി, ഞാനത് പറയാൻ പാടില്ലായിരുന്നു. പോകണം. ശ്യാം ഇപ്പോൾ എത്തിക്കാണും. കൊണ്ടുപോകാൻ ഒന്നുമില്ല, മനസ്സുപോലും. ശങ്കരൻ വലിയ പാട്ടുകാരനാവും. I shall pray for that. Thanks. വിദേശിയായി വന്ന് നമസ്കാരം പറഞ്ഞ് പരിചയപ്പെട്ടു. സ്നേഹം തന്ന് നിങ്ങൾ എന്നെ ബന്ധുവാക്കി മാറ്റി. ഇപ്പോ തിരിച്ചു പോകണം. എങ്ങനെയാ യാത്ര പറയേണ്ടത്? ഏതു ഭാഷയിൽ? ഒരു വാക്കിൽ, ഒരു നോക്കിൽ എല്ലാം ഒതുക്കി വിട പറയൂ ഇനി
തമ്പുരു കാവൽക്കാരനായുള്ള പൂജാമുറിയിലെ നിലവിളക്കിനെ പേടിക്കുന്ന ഇരുട്ട്, ദൈവങ്ങളുടെ മണം. എന്തു രസമാ ശങ്കരന്റെ വീട്. തനിക്ക് തരാൻ ഒരു കല്യാണ സമ്മാനം എൻ്റെ കയ്യിലുണ്ട്. ഒരു വാചകം. പലപ്പോഴും താൻ ചോദിച്ചിട്ട് ഞാൻ തരാതിരുന്നൊരു വാചകം. പണ്ടേക്ക് പണ്ടേ ഭാമയെ എനിക്കിഷ്ടമായിരുന്നു. നമുക്ക് എവിടേക്കെങ്കിലും പോകാം. പോയാൽ കാലത്ത് ഗായത്രി മന്ത്രം കേട്ട് കുളിക്കണ്ടേ, പൂജാമുറിയിൽ സാധകം ചെയ്യണ്ടേ, നല്ല ആഹാരം കഴിക്കണ്ടേ. എന്റെ കയ്യിൽ ഒന്നുമില്ല തനിക്ക് തരാൻ, സ്നേഹം പോലും. വയ്ക്കുള്ളൂ, ഒന്നും ഓർക്കരുത്. എവിടെ പോയി കിടക്കുകയായിരുന്നടാ നായിന്റെ മോനെ? മോനെ, ഇതാ നിന്റെ പുതിയമ്മ. എന്റെ അമ്മ എന്തേ? നിന്റെ അമ്മയെ കാലം കെട്ടിയെടുത്തു. കെട്ടിയെടുക്കടാ നിന്റെ തന്തേ. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. മോനെ, എന്നാ മോഹൻ, ഭാരതരുടെയും ശങ്കരന്റെയും യാതൊരു വിവരമില്ല അല്ലേ? ഒരു വിവരമില്ല. അവരിതാ കരഞ്ഞോണ്ടിരിക്കുന്നു. എവിടെ പോയതോ എന്തോ. നമ്മ രംഗൻ പോയിട്ട് വന്നോ? ഇതുവരെ കണ്ടില്ല. കഷ്ടം. കള്ളും കുടിച്ച് പലയിടത്തും പോയി കിടക്കും. വീട്ടുകാർക്കും ഗ്രാമത്തിനും ബുദ്ധിമുട്ട്, അല്ലാതെന്താ? पात्र पात्र मैम साहब है क्या? ജി സാർ. और नए मैम साहब ജി അന്തറേ. എവ്വളോ? സാറ് തന്നാ മതി. മലയാളിയാണോ? ഇത് നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാൻ ഈ തമിഴിൽ കയറി ഇത്രയും കടുംപിടുത്തം പിടിക്കില്ലായിരുന്നല്ലോ. क्या मुंह देखते रहते हो? जरा हाथ लगाओ. സാർ, എന്താ പോരെ? യാവോ? ഹോ, ഈ ഭാഷ മാറി മാറി പറഞ്ഞ് എനിക്കിപ്പോ ഒരു ഭാഷ തന്നെ ഇല്ലാതായിരിക്കുക. എന്താ നിൽക്കണത്? സാർ ഓ, മനസ്സിലായി, ജോലി. ആ. സിനിമാ ഭ്രാന്ത് തലേ കയറി ചെന്നൈയിൽ എത്തിയതായിരിക്കും അല്ലേ? അല്ല, ഭ്രാന്ത് പിടിച്ചെത്തിയതാ. ഓഹോ.